കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീമതി ആർ സുപ്രഭ, കെൽസ അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ MS അജിത്, സൈക്കോളജിസ്റ്റ് കൗൺസിലർ സ്മിത സതീശൻ. ഒരുപാട് സാങ്കേതികത വളർന്നു, പിന്നെ ലോകത്ത് പുതിയ പുതിയ സംഭവങ്ങൾ നടക്കുന്നു. എന്തും ഏതും എളുപ്പത്തിൽ നേടാവുന്നത്ര രീതിയിൽ മനുഷ്യൻ വളർന്നു കഴിഞ്ഞു. എങ്കിലും നമ്മുടേതായിട്ടുള്ള പൈതൃകം, പ്രത്യേകിച്ച് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി ഒരിക്കലും സംഭവിക്കുകയും അരുത്. ഇവിടെ വരുന്ന എല്ലാ കുടുംബകഥകളിലും അച്ഛൻ മക്കളെ നോക്കുന്നില്ല, ഭാര്യയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ അച്ഛനെയും അമ്മയും സംരക്ഷിക്കുന്നില്ല. ഇത് തന്നെയാണ് പ്രധാന കഥകൾ. ഇന്നും മറിച്ചല്ല. തോട്ടപ്പള്ളിയിൽ നിന്നും കുഞ്ഞുമോളാണ് പരാതിക്കാരിയായിട്ട് എത്തിയിരിക്കുന്നത്. കുഞ്ഞുമോളുടെ ആവശ്യം ഭർത്താവിൽ നിന്നും കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്കുള്ള സംരക്ഷണം, സാമ്പത്തികമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തണം, അല്ലേ? കുഞ്ഞുമോളുടെ ശരിക്കുള്ള വീട് തോട്ടപ്പള്ളിയിലാണ്. തോട്ടപ്പള്ളിയിലാണ്. അച്ഛനും അമ്മയും ആരൊക്കെയുണ്ട് വീട്ടില്? അമ്മ 1.5 വയസ്സിൽ മരിച്ച, മൂത്ത മോളെ ഗർഭിണിയായിരുന്നപ്പം 8ാം മാസമായപ്പോ അച്ഛൻ അറ്റാക്കായിട്ട് മരിച്ചു. കൂടപ്പുറപ്പുള്ള ആരും ഇല്ല? ഉണ്ട്. ആരൊക്കെയുണ്ട്? 3 പെണ്ണും ഒരാണും. 3 പെണ്ണും ഒരാണും. മൂത്ത 2 ചേച്ചിമാരാണ്. അതെ, ഞാനും ഏറ്റവുള്ള ഇത്. അവരൊക്കെ ആ പരിസരത്തൊക്കെ തന്നെയാണോ താമസം? അതെ, കല്യാണം കഴിഞ്ഞ് ഒരുവിധം നല്ല നിലയിൽ താമസിക്കുന്നു. അവരെല്ലാരും കുഴപ്പമില്ലാതെ ജീവിക്കുക. അപ്പൊ നിങ്ങളുടെ കല്യാണ സമയത്ത് അച്ഛനുണ്ടായിരുന്നു? അതെ. അച്ഛൻ നിന്നല്ല നടത്തി തന്നത്? സെക്കൻഡ് മാരേജ് ആയിരുന്നല്ലോ നിങ്ങളുടേത്. അതെ. ആദ്യത്തെ മാരേജ് അത് 17 വയസ്സ് കഴിഞ്ഞത് ഡൈവേഴ്സ് ആയതായിരുന്നു. അപ്പോഴൊക്കെ അച്ഛനുണ്ട്? ഉണ്ട്. ഉണ്ട്. രണ്ടാമത് നടത്തിയതും അറേഞ്ച്ഡായിരുന്നോ? അത് ഇവര് വന്ന് പെണ്ണ് ചോദിച്ച്. അപ്പൊ ഞാൻ കൽക്കട്ടയിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ഫോൺ കോൾ ഇങ്ങനെ വരുന്നു, പിന്നെ കുഞ്ഞുമോളാണോ? ഞാൻ പറഞ്ഞു അതെ. അത് അമ്പലപ്പുഴയിൽ വിഷ്ണുവാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമില്ലല്ലോ. അപ്പം ഞാൻ നിന്നെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അറിയാൻ മേത്തൊരു വ്യക്തി എന്തിനും ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം വിളിക്കുമ്പോഴേ കൊണ്ടേ പോകത്തുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ് എല്ലാരും കൂടെ കുറെ ചീത്തയൊക്കെ വിളിച്ചു. ചീത്തയെല്ലാം വിളിച്ചു കഴിഞ്ഞപ്പോൾ 2-3 ദിവസം പിന്നെ അനക്കമില്ലായിരുന്നു. പിന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റോമിങ് ആണല്ലോ അവിടെ, നാട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് വിടണം നമുക്ക് വീട്ടിലിടന്ന് സംസാരിക്കണമെങ്കിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു റോമിങ് ആണ് ഇവിടെ, നിങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പിന്നെ അത് ഞാൻ നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, പിന്നെ ഈ വാക്ക് തന്നെ ഉച്ചരിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു 6 മാസം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോ അച്ഛന് സുഖമില്ല. സ്നേഹമായിട്ടാണോ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്നത്? അതോ സ്നേഹമായിട്ടാണ് പറയുന്നത്. പക്ഷെ അന്നേരം എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഒരു വിവാഹ ജീവിതം വേണ്ട എന്നും പറഞ്ഞ് നിന്നതാ ഞാൻ. ആര് നമ്പർ കൊടുത്തു? ഏത് വഴി അറിഞ്ഞു? അതാ ഞാൻ പലവട്ടം ചോദിച്ചു. അങ്ങനെ ചോദിച്ചിട്ടൊന്നും ഈ കക്ഷി പറയുന്നില്ല, ഇതുവരെയും പറഞ്ഞിട്ടില്ല ആരാ തന്നെയെന്ന്. അങ്ങനെ വിളി നിരന്തരമായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നമ്പർ കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ അറിയിക്കുമെന്ന് പറഞ്ഞു. എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ് അന്നേരം അച്ഛനെ സുഖമില്ലാന്ന് പറഞ്ഞ് വിളിച്ച് നാട്ടിലേക്ക് ഞാൻ വന്നു. പിന്നെ ഒരു ദിവസം ഈ കോള് കയറി വരുന്നു. അപ്പം എനിക്ക് വെപ്രാളം കയറിട്ടേ, കാരണം ഫ്രണ്ട്സൊക്കെ ആണല്ലോ ഇങ്ങനെ ചീത്തയൊക്കെ വിളിച്ചത്. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ ശല്യം ചെയ്യരുതേ, ഞാൻ ബന്ധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പെങ്കൊച്ച, ആളുകൾ അതും ഇതുമൊക്കെ പറയുന്നത് അത് പോരേന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ കുഞ്ഞുമോളെ പെണ്ണ് ആലോചിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. അത് ഞാൻ പറഞ്ഞ നേരത്തെ അത് ആ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇത്രയും ചീത്ത ആക്കേണ്ട കാര്യമില്ലല്ലോ. നീങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ആളുകൾ വന്ന് പെണ്ണ് ആലോചിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയാം എനിക്ക് കല്യാണത്തിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, 17 വയസ്സിൽ എനിക്ക് ജീവിതം മതിയായി. പുള്ളി നിലയിൽ പള്ളിയിലച്ഛനേലും ഉപദേശിയായിട്ട് മോളെ ജീവിതം ഒന്നേയുള്ളൂ, അങ്ങനെ അല്ലാതെ ജീവിച്ച് തീർക്കണമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഉപദേശിച്ച് ഫോണിൽ കൂടെയൊക്കെ. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം അവരുടെ 2 അളിയന്മാരെയും കൂട്ടിയിട്ട് വന്നു. അനിയൻ പട്ടാളത്തിലാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പുള്ളിക്കാരനും വന്നു എന്നെ എല്ലാം കണ്ട് വീട്ടിൽ സംസാരിച്ചപ്പോൾ ആങ്ങളെ പറഞ്ഞു നിങ്ങളുടെ ആദ്യ ബന്ധം വേർപെടുത്തിയോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അത് കോടതി മുഖാന്തരം വേർപെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങളെ പറയുന്ന അവൾക്ക് കല്യാണത്തോട് താല്പര്യമില്ലെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണം നടത്തുക, ഞാൻ കുഞ്ഞുമോളോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ കുറേ ദിവസമായപ്പോൾ നമുക്കും ഒരു താല്പര്യം അങ്ങോട്ട് തോന്നി. ആദ്യത്തെ ബന്ധത്തിൽ കുഞ്ഞുങ്ങളുണ്ടോ? ഇല്ല, ഞാൻ അതേ ദിവസം നിന്നില്ല അവിടെ. അങ്ങനെ കക്ഷി ബന്ധം അന്നേരം ആങ്ങളെ പറഞ്ഞ് SNDP അറിഞ്ഞ് ഒപ്പ് വയ്ക്കാതെ കല്യാണം നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് അളിയ കോടതിയിൽ നിന്നൊരു പേപ്പർ കിട്ടാനായിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ ഞങ്ങളെ ബന്ധം വേർപെടുത്തി ഒരു പേപ്പർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞ് അച്ചാച്ചാന്ന് ഞാൻ ഞങ്ങളെ വിളിക്കുന്നത്. അന്നേരം പറഞ്ഞ് എന്നാൽ അന്നേരം നടത്താൻ വേണം, ഇപ്പോൾ അത് തന്നെയല്ല വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, പിന്നെ ഞങ്ങൾ പാവങ്ങൾ, അതുകൊണ്ട് അവൾക്ക് അവിടുന്ന് തന്ന സ്വർണ്ണമെല്ലാം പണയപ്പെടുത്തിയ വീട്
ഞാൻ ശരിയാക്കാനായിട്ട് ഇപ്പോൾ വാർത്തിട്ടതേ ഉള്ളൂന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് മൂക്കുത്തി അല്ലാതെ 1 ഗ്രാം സ്വർണം കുഞ്ഞുമ്മയുടെ ദേഹത്തുണ്ടെങ്കിൽ ഞാൻ താലി കെട്ടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പാപ്പന്മാർക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു ഈ ബന്ധം. അന്നേരം അവരൊക്കെ പറഞ്ഞു നമുക്ക് ചേരുന്ന ബന്ധമല്ല. എൻ്റെ ഒരു പാപ്പനും ആങ്ങളെയും കൂടി ഇവരുടെ വീട്ടിൽ ചെന്നപ്പം പാപ്പന് ഇഷ്ടപ്പെട്ടില്ല അവിടെയൊന്നും. വീട്ടുകാർ ആളുകളെയൊക്കെ ഇഷ്ടപ്പെട്ടു, പുള്ളിയുടെ പെരുമാറ്റം എന്തോ പിടിച്ചില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ മോളെ നമുക്ക് വേണ്ട ഈ ബന്ധമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഞാൻ അനുഭവിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനൊരു വാക്ക് പറഞ്ഞതാണ് ഇന്ന് നമുക്ക് ഒരു കാര്യം പറയാൻ അവരുടെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് നിയമപരമായിട്ട് അവർ വിവാഹം രജിസ്റ്റർ ചെയ്തില്ല. 3 മാസത്തിനുള്ളിൽ ചെയ്യാമെന്ന് പറഞ്ഞു. 3 മാസമായപ്പോൾ ഞാൻ ചേട്ടാ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വീട് സ്ഥലം എഴുതി തരാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീടും സ്ഥലം എഴുതി അച്ഛൻ അന്നേ പറഞ്ഞു വീട് സ്ഥലം അവക്കുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോളെ ഗർഭിണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ 3 മാസമായപ്പോഴേ പുള്ളി ദേഹോപദ്രവമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഞാൻ നിരന്തരം എനിക്ക് അങ്ങ് തലവേദനയായപ്പോൾ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു ബാ നമുക്ക് മാവേലിക്കര ഒരു ഹോസ്പിറ്റലിൽ പോകാം, അവിടെ നല്ലൊരു ഡോക്ടറുണ്ട്, നിന്റെ തലവേദന അവിടെ കാണിച്ചാൽ മാറുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് സൈക്കാട്രിസ്റ്റിന് ബോർഡ് കണ്ടു. ഞാൻ പറഞ്ഞു എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? അത് പിന്നെ എടി നല്ല ഡോക്ടറാണ്, തലവേദനയ്ക്കൊക്കെ മരുന്ന് തരുന്ന ആളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറിയപ്പോൾ ഞാൻ ഡോക്ടർ എന്നോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ചോദിക്കും ഇനി ഈ കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്താ നിങ്ങളുടെ പേര്? അതെൻ്റെ പേര് വേണു എന്ന്. അത് കുഞ്ഞുമോക്ക് അതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ വേണു, പിന്നെ എന്തിനാണ് ഞാൻ മരുന്ന് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അത് ഇവർക്ക് ഭയങ്കര സംശയമാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഈ പുള്ളിയുടെ ബഹളം കാരണം കുറച്ച് ഗുളിക എഴുതി തന്നു. പക്ഷെ എനിക്കത് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പുള്ളി കഴിപ്പിച്ചിട്ട് എനിക്ക് കിടന്നിട്ട് എഴുന്നേക്കാൻ വയ്യ. ഞാൻ 2-3 ദിവസം അങ്ങ് തളർന്ന് കിടക്കുക. അങ്ങനെ അച്ഛൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഗുളികയൊന്നും കഴിപ്പിക്കാൻ പറ്റത്തില്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും അറിയത്തില്ല, ഇന്ന് വരെ അവർക്ക് അങ്ങനെ അസുഖം ഉണ്ടെന്നോ അവിടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല, നീ പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഇയാൾ പിന്നെയും ഏട്ടനാണ് എന്നെ കൊണ്ട് പിന്നെ ആ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ ഇവിടെ ഗുളിക കഴിക്കുന്നില്ല അങ്ങനെ. അപ്പോൾ ഡോക്ടറിന് വേണു അതിന് ഗുളിക കഴിക്കേണ്ട അസുഖങ്ങളുണ്ടെങ്കിൽ കഴിച്ചാൽ പോരേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഛർദിലാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കിയപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് ഗുളിക ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മോളെ ഗർഭിണിയായി 8 മാസമായപ്പോൾ അച്ഛന് അറ്റാക്കായിട്ട് അച്ഛൻ മരിച്ചു. അപ്പോൾ വീട് സ്ഥലമൊന്നും എഴുതാൻ പറ്റിയില്ല. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അന്നേരം ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഇനി അച്ഛൻ മരിച്ചതിന് വീട് സ്ഥലമൊന്നും എഴുതാതെ ഇനി അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറയേട്ടന് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പം ഞാൻ പറയാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 8-ാം മാസമായപ്പോഴും ദേഹോപദ്രവം കാരണം എനിക്ക് ഈ കുഞ്ഞിനെ നിറവയറായിട്ട് നിൽക്കുന്ന സമയത്തും കക്ഷി ഉപദ്രവത്തിന് യാതൊരു കുറവുമില്ല. എന്തെങ്കിലും കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടതിലുണ്ടോ കർണത്തടിക്കും, തല പിടിച്ച് ഭിത്തിയെ കൊണ്ടിട്ട് ഇടിക്കും. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഞാനൊരു ദിവസം ചിരവ അവിടെ ഇരുന്ന് ഞാനെടുത്ത് എൻ്റെ വയറ്റത്ത് ഊത്താനായിട്ട് ഇറങ്ങി. ഞാൻ പറയും കുഞ്ഞിനെ ഞാനും അങ്ങ് തീർന്നാൽ നിങ്ങളുടെ പ്രശ്നം തീരുമല്ലോ എന്ന് പറയും. ഉടനെ പുള്ളി അത് വലിച്ച് ഞാൻ മേടിച്ചപ്പോൾ കൈ മുറിഞ്ഞു. അതിന് അവിടെ എല്ലാം പറയുന്നത് ഞാൻ ചിരവയ്ക്ക് അടിച്ചെന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അവളെന്നെ ഭയങ്കര ദേഹോപദ്രവം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മോളെ പ്രസവിച്ച് അന്നേരം വീട് സ്ഥലമൊന്നും ഇതുവരെ അന്നേരം ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ മോളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ 2 വയസ്സായപ്പോഴത്തേക്കാണ് ഞാൻ ഒരു വിവരം അറിയുന്ന തോട്ടപ്പള്ളി അക്കരെ ഹാർബറിൻ്റെ അടുത്ത് ഒരു സ്ത്രീയായിട്ടൊരു ബന്ധം ഉണ്ടെന്ന്. എന്നിട്ട് എനിക്ക് അവിടെയൊക്കെ പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ അവിടെ അധികം ഉള്ളത്. അങ്ങനെ ഞാൻ കുറേ നാളെല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടൊന്നൊക്കെ ഞാനങ്ങ് ക്ഷമിച്ച്. മോൾക്ക് ഒരു 2.5 വയസ്സായപ്പോൾ എൻ്റെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, ജോലി എടുക്കുന്ന പൈസയൊന്നും കയ്യിലില്ല, 1 രൂപ നമ്മളെ കൊണ്ട് ഏൽപ്പിക്കത്തില്ല, ഒരു ഉടുതുണി വാങ്ങിച്ചു തരത്തില്ല, പൊന്നും തിരുവോണം വരുമ്പോൾ ഒരു നൈറ്റിയോ അല്ല ഒരു ചുരിദാർ പീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാരി, ഇതാണ് പുള്ളി ആകെ എടുത്തിരുന്ന ഡ്രസ്സ്. എനിക്ക് കുടുംബത്തിലെ ചെലവുകളൊക്കെ മറ്റുള്ള ചെലവുകളെല്ലാം ചെയ്യും, അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ അവിടെ ചെന്ന് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടൊന്നും അവള് തെറ്റ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും എന്നോട് ഇറങ്ങി വന്ന് സംസാരിക്കാം. ഞാൻ അവരുടെ വീടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ എന്ന് സംസാരിച്ചു. എന്നിട്ട് പോലെ സ്ത്രീ വെളിയിൽ ഇറങ്ങി വന്നാൽ അപ്പോഴും വേണുവെന്ന് പറയുന്ന വ്യക്തി അതിനകത്തിരുന്ന് കപ്പ എന്തോ കഴിക്കുന്നു. എന്നെ കണ്ടുകൊണ്ട് ഹാർബർ വഴി ഓടിയെന്ന് പറഞ്ഞു. അപ്പുറത്തുള്ളൊരു ചേട്ടൻ പറഞ്ഞു വേണു എന്താ അതിലും വഴി കിടന്ന് ഓടുന്നതെന്ന് പറഞ്ഞു. അത് വേണുവിൻ്റെ ഭാര്യ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു. ആ കൊച്ചു വഴക്കുണ്ടാക്കാതിരിക്കുന്ന എത്ര നേരമാണ്, കാരണം 24 മണിക്കൂർ ഇവൻ എന്തിനാ ഈ പെരയിൽ കയറിയിരിക്കുന്നത്. അവരുടെ ഭർത്താവിനെയാണ് ഈ കൂടെ വള്ളത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി പടിഞ്ഞാറത്തെ ജോലിയാണ്. അവരുണ്ട്, അയാളുടെ കാലെന്തോ ഒടിഞ്ഞിരിക്കുന്നു. അപ്പോഴത്തേക്ക് എന്നോട് പറയുന്നു പിന്നെ കയറി വന്ന് നോക്ക് നീ എന്നും പറഞ്ഞ് എന്നെ
ഇയാള് കുറെ ചീത്തയൊക്കെ വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് ഇനി അത് കേസാവണ്ട, ഞാൻ പുറത്ത് നിന്ന് സംസാരിച്ചോളാന്നും പറഞ്ഞ് ഞാൻ കുറെ സംസാരിച്ചിട്ട് ഞാൻ ഇനി പോന്നു. അങ്ങനെ അന്ന് മുതൽ വീണ്ടും വിഷയങ്ങൾ തുടങ്ങി. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പിന്നെ വില്ലടിയിൽ ഞാൻ അങ്ങനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ച്. ആ സ്ത്രീയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം സമ്മതിച്ചോ? ഇപ്പോഴും സമ്മതിക്കത്തില്ല, തെറ്റ് ചെയ്യുന്ന സമ്മതിക്കത്തേയില്ല. ആദ്യത്തെ ഭാര്യ എൻ്റെ വിവാഹം കഴിഞ്ഞു ഒരാഴ്ച പോലും ആയില്ല ആ സ്ത്രീ വീട്ടിൽ വന്നു. കാണാൻ നല്ല സുന്ദരിയായൊരു ഭാര്യയായിരുന്നു. അവരെയും കളഞ്ഞേച്ച് 2 മക്കളെയും കളഞ്ഞേച്ചാൽ വന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഇതാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. വന്നിട്ട് പറയും മോളെ നീ കൊച്ചു പെണ്ണല്ലേ, ഇയാളുമായിട്ടൊന്നും കല്യാണം കഴിച്ച് പോകണ്ട. അപ്പം ഞാൻ പറയും താലികെട്ട് കഴിഞ്ഞല്ലോ, ഇനി എന്ത് വന്നാലും ഞാൻ അനുഭവിക്കാതെ പറ്റത്തില്ലല്ലോ എന്ന് പറയും. അന്നേരം പറഞ്ഞ് ഇവൻ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവരെ വീട്ടിൽ ചെന്ന സമയത്ത് അറിയുന്നു കോഴിക്കോടുള്ള പിന്നെ ഉഷയെന്നും പറഞ്ഞ ഒരു സ്ത്രീ ഹോം നേഴ്സാണെന്നും പറഞ്ഞ് ഇവർ അമ്മേനെ ആരെയോ നോക്കാനെന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് പിന്നെ നടുക്കുവോ അതിൻ്റെ ഇപ്പുറത്തൊരു കുരിശ്, അതിൻ്റെ ഇപ്പുറത്ത് പഠിച്ചവൻ്റെ ഒരു ചിഹ്നം, ഈ 3 കൂടെ ഉള്ള ഒരു താലി പിന്നെ അമ്മ നിലവിളക്ക് തവിച്ച്. അനിയത്തി അന്നേരം പറഞ്ഞതാ ചേച്ചി അമ്മ നിലവിളക്ക് തവിച്ച് വെച്ചിട്ട് അമ്മയെ കൊണ്ട് കത്തിപ്പിച്ച വിളക്ക് കത്തിച്ചിട്ട് പറഞ്ഞ് അമ്മ കത്തിച്ചെന്നില്ല, ഇത് ഞാനൊരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അവരുടെ സമക്ഷത്ത് വെച്ച് ആ താലി കെട്ടി 5-6 മാസം ആ വീട്ടിൽ അവർ താമസിച്ചെന്ന് പറയും. പിന്നീട് അറിയുന്നത് അവർ കോഴിക്കോടുള്ള അവർ നാടകത്തിൽ എന്തൊക്കെ അഭിനയിക്കാൻ പോകുന്നൊരു സ്ത്രീയാണ്, ഭർത്താവും മക്കളും ഉള്ളയാ. അവർ 10,000 രൂപ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അവർ പോയി അഭിനയിക്കാൻ വന്നതാണ്, സിനി ചേച്ചി കാണിക്കാൻ കൊണ്ടുവന്നായിരുന്നു പറഞ്ഞു. അപ്പം ഭാര്യ പോയതിനു ശേഷം അന്നേരം ബന്ധം വേർപെട്ടിട്ടില്ല. അവരുടെ കേസ് നടക്കുന്ന സമയത്താണ് ഈ സ്ത്രീയെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുന്നത്. ഇങ്ങനെ പല സ്ത്രീകളുടെയും പേര് ഇവർ വന്ന് ഇങ്ങനെ പറഞ്ഞ് ഈ വിഷയം ഇവരുടെ വീട്ടുകാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. ചേട്ടൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരുത്തിയെ കൊണ്ട് ഇവിടെ താമസിപ്പിച്ചിരുന്നതാണ്. നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ. ബന്ധം വേർപെട്ട ഒരാൾ നിൽക്കുന്നു, രണ്ടാമതൊരു വിവാഹാലോചനയും കൊണ്ടുവരുമ്പം ആരായാലും സമ്മതിച്ചു പോകുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞ് വീട്ടിലും അങ്ങനെ നടത്തി കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ 6 മാസം പിന്നെ ആദ്യമായിട്ട് പിണങ്ങി നിൽക്കും. ആ ഒരു ബന്ധം വന്ന് ഇങ്ങനെ അറിഞ്ഞ് വിഷയമായി കഴിഞ്ഞപ്പോൾ പിണങ്ങി നിന്നപ്പോൾ കുഞ്ഞ് മൂത്താള് അച്ചാച്ചിയെ കാണാൻ നിൽക്കത്തില്ല. കുഞ്ഞിന് പനിയായി അങ്ങനെ എന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു 6 മാസം 2-3 മാസമായപ്പോഴത്തേക്ക് വേറെ ഇപ്പോൾ ഒരു വ്യക്തി വന്നിട്ടുണ്ട് പുള്ളിയുടെ കൂടെ. ആ പുള്ളിക്കാരൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നീയും കുഞ്ഞുമായിട്ട് ഇഞ്ഞ് വാ, ഇവിടെ വന്ന് നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയും ഈ വീട് കടന്ന് നശിച്ച് പോവല്ലേ എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് സാരമില്ല പിന്നെ ഇഞ്ഞ് വാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കുഞ്ഞിനെയും കൂടെ അവിടെ കൊണ്ടുചെന്ന് താമസിപ്പിച്ച് അങ്ങനെ ഒരു 3 വർഷത്തോളം ഞങ്ങളവിടെ നിന്ന് കഴിഞ്ഞപ്പം അന്നേരം ഈ ഹാർബറിൻ്റെ അടുത്തുള്ള അയാളെ പണിക്ക് കൊണ്ടുപോകരുത്, അങ്ങനെയുള്ള ഡിമാൻഡൊക്കെ ഉണ്ട്, ഞാൻ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇല്ല അയാളെ കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം പറഞ്ഞിട്ടാണ് അങ്ങനെ 2 വർഷത്തോളം കൊണ്ടുപോയില്ല. പിന്നെ വീണ്ടും ഈ കുഞ്ഞിനെ ഗർഭിണിയായ സമയത്ത് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുടെ രീതി അങ്ങ് മാറി. അല്ല അയാളെ പണിക്ക് കൊണ്ടുപോവാന്ന് പറയുന്നത് ആ വീട്ടിൽ പോയിരിക്കാനുള്ള ഞാൻ പറഞ്ഞു കൊണ്ടുപോകണ്ട, വേറെ ആരെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ പണിതാ മതിയല്ലോ, വേറെ എത്രയോ പേരുണ്ട്. അപ്പൊ അയാളും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധമായിട്ടാണോ ഇത്? ആളുകൾ പറയുന്ന അങ്ങനെ അയാളെ 24 മണിക്കൂർ അയാൾ വെള്ളം അടിച്ച് കടപ്പും ഇരിപ്പും ഒക്കെയാ. അന്നേരം അങ്ങേര് ഞാൻ അവിടെ ചെന്ന് വിഷയം ഉണ്ടാക്കി കഴിഞ്ഞ് അയാൾ എൻ്റെ വീട്ടിൽ വന്ന് ശരി വെള്ളം എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ വീട്ടിൽ വന്നിട്ട് പറയുക എടി നിന്റെ ഭർത്താവ് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതിൽ കൂടുതൽ ഞാൻ നിനക്ക് തരാം, നീ എൻ്റെ കൂടെ വരാനെന്ന്. അപ്പം എൻ്റെ ആങ്ങള ഒരക്ഷരം വേണ്ടിയില്ല പറഞ്ഞ് ഇവിടുന്ന് പോകാൻ പറഞ്ഞ്. അന്നേരം അച്ചാച്ചൻ പറഞ്ഞു ഒന്ന് തെള്ളിയാവുമ്പം മറിഞ്ഞ് വല്ലതും വീണ് വല്ലതും സംഭവിച്ചു പോയാൽ പിന്നെ ഞാൻ കുടുങ്ങും, അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ ഓടിച്ചു വിട്ടു. അങ്ങനെ ആ വിഷയം കഴിഞ്ഞ് പിന്നെ എല്ലാം കോംപ്രമൈസായി അവർ അളിയന്മാരും അനിയനും ഒക്കെ സംസാരിച്ച് പിന്നെ വീട് സ്ഥലമൊക്കെ സഹോദരങ്ങൾ തന്നെ എനിക്ക് എഴുതി തന്നു. എന്നിട്ടും പുള്ളി വിവാഹം രജിസ്റ്റർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ വീടും സ്ഥലമൊക്കെ പിന്നെ എനിക്ക് എഴുതി തന്നു. അന്നേരം പുള്ളി അതിനു മുമ്പ് ഈ വിഷയമായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അനിയനൊരു വീട് വാങ്ങിച്ച് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഇട്ടിരുന്നു. അവിടെ പോയി ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ 6 മാസം. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ എന്നെ അനിയനാണോ? അല്ല, പുള്ളിയുടെ അനിയൻ വേറെ താമസിക്കുകയായിരുന്നു. അനിയനും ഭാര്യ അമ്മയും അച്ഛനും എല്ലാം കുടുംബത്താ. അപ്പൊ വേറൊരു വീട് സ്ഥലം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കാമല്ലോ എന്നും പറഞ്ഞു. പുള്ളി പട്ടാളത്തില്ല. അങ്ങനെ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ആ വീട്ടിൽ പോയി താമസിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ മോളെയും കൂടെ കൊണ്ടുപോയി അങ്ങനെ 2 വർഷം കുഴപ്പമൊന്നുമില്ല, 2-2.5 വർഷത്തോളം കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീട് ഇദ്ദേഹത്തെ ജോലിക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ അത് പറ്റത്തില്ല. ഇപ്പൊ പ്രകാശൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ. ഞാൻ പറഞ്ഞ പുള്ളിയെ മാറ്റിയിട്ട് അയാളെ കയറ്റേണ്ട കാര്യമില്ലല്ലോ.
കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളും വരുന്നുണ്ട്. അപ്പം എന്നെ ഒരു പ്രാവശ്യം വഴി വെച്ച് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, മോളെ വേണു എന്നെ പണിക്ക് കൊണ്ടുപോകത്തില്ല ഇപ്പം, പിന്നെ സുരേനെ തന്നെ വീണ്ടും വിളിച്ച് പണിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പറഞ്ഞാലൊന്നും അനുസരിക്കത്തില്ല, പിന്നെ ഞാൻ പറഞ്ഞു നോക്കാം. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് വഴക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നില്ല രണ്ടാമത് അപ്പോഴും. അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും ഇങ്ങനെ ഗർഭിണിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ് ഏട്ടാന്ന് പറഞ്ഞപ്പോൾ അന്ന് തുടങ്ങി പുള്ളിക്ക് വിഷയങ്ങൾ വീണ്ടും. പറ്റത്തില്ല, ഇതിന് അബോർഷൻ ചെയ്യണം, അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചാലും ശരി തന്നെ ഈ കുഞ്ഞിനെ ഞാൻ കളയത്തില്ല. ഞാൻ തെറ്റുവഴി പോയി സംഭവിച്ചതാണെങ്കിൽ എനിക്കത് ചെയ്യാം, പക്ഷെ 2000 രൂപ നിനക്ക് വരെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് നീ കുഞ്ഞിനെ കളഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏട്ടന് രണ്ടാമത്തെ വകയിൽ ആദ്യത്തെ വകയിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് വേറെ കുട്ടികളൊന്നും ഇല്ല, മോള് മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ കാലം കഴിഞ്ഞ് അവൾക്ക് ആരെങ്കിലും ഒരു തുണ വേണ്ടേ, അപ്പോൾ ഈ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. നീ തന്നെ വളർത്തിക്കോണം, പെൺകൊച്ചാണ് നിനക്കുള്ളത്, ആൺകൊച്ചാണ് എനിക്കുള്ളത്, കറുത്ത കൊച്ചാണ് നിന്റെ ചേട്ടനും ചേച്ചിക്കും ഉള്ളത്. പുള്ളിയുടെ നിബന്ധനയാണ്. ഞാൻ പറഞ്ഞു, എന്താ ഞാൻ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു അവരെ ഏൽപ്പിക്കാനായിട്ട് കുഞ്ഞിനെ. പ്രസവത്തിന് ഞാൻ 8 മാസമായപ്പോഴും അതുവരെയും വിഷയങ്ങളാണ്. ആശുപത്രി പോകാൻ പൈസ തരത്തില്ല, പുള്ളിക്ക് എന്നും വിഷയങ്ങളാണ്. ഗർഭിണിയായ അന്ന് മുതൽ തുടങ്ങി എന്നെ കണ്ണീര് കുടിപ്പിക്കാൻ. അങ്ങനെ എൻ്റെ ഈ പൈസയൊന്നുമില്ല പോകാനായിട്ട്, ജോലിക്ക് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ, ഛർദിലുമായിട്ട് കിടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ ഈ പൈസ ഒന്നുമില്ല, ഡോക്ടറെ അടുത്ത് പോകണം. അങ്ങനെ പലപ്പോഴായിട്ട് ഞാൻ 850 രൂപ വാങ്ങിച്ച് കലണ്ടറിൽ എഴുതി ഇടിയിച്ച് എന്നെ കൊണ്ട് ആ പൈസ വാങ്ങിച്ചത്. എഴുതി ഇടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പലിശ സഹിതം എനിക്ക് തിരിച്ചു തരണം, ഈ കൊച്ചിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. 8-ാം മാസമായപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും എനിക്കിവിടെ പ്രസവത്തിനാണ്, എന്നെ നോക്കാനൊന്നും ആരുമില്ലല്ലോ, അമ്മയ്ക്കാണോ പറ്റത്തില്ല, അച്ഛന് തീരെ സുഖമില്ലാതെ കിടക്കും, പുള്ളിയുടെ അമ്മയ്ക്ക്. ആദ്യത്തെ പ്രസവത്തിന് അമ്മ വരികയും സഹകരിക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ മോളുമായിട്ട് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. മിണ്ടിയില്ല, ഒരക്ഷരവും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ഇനിയും ഇങ്ങനെ അവരെയൊക്കെ വായിരിക്കുന്നത് കേട്ടോണ്ട് ഞാനും കുഞ്ഞും നിൽക്കുന്നേ, അവൾക്ക് ബുദ്ധിമുട്ട് കൂടുതൽ എന്നും പറഞ്ഞ് പിറ്റേ ദിവസം ഞാനും മോളുമായിട്ട് ഡ്രസ്സുകളും എല്ലാം എടുത്ത് വീട്ടിലോട്ട് വന്നു. ഒക്ടോബർ 25-ാം തീയതി ഞാൻ വീട്ടിൽ വരുന്നു. നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലുമായിട്ട് 350 രൂപ വീതം കൊണ്ട് തന്നു. അത് തരുന്നെങ്ങനെ, ആദ്യം 100 രൂപ കൊണ്ട് തരും, പിന്നെ 150 തരും, പിന്നെ 100 തരും. അങ്ങനെ 350 രൂപ വെച്ചാൽ ഞാൻ നിനക്ക് ചിലവിന് തരത്തുള്ളൂ. അതെൻ്റെ കുഞ്ഞിനെ ഞാൻ ചിലവിന് നോക്കും, 350 രൂപ ഒരു മാസത്തേക്ക്. അന്നേരം മോള് UKG ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല, ഈ കൊണ്ട് തരുന്ന അങ്ങ് മേടിക്കും. അങ്ങനെ ഡിസംബർ മാസത്തിലും കൊണ്ട് തന്നു. അങ്ങനെ ആ ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് 2000 രൂപ കൊണ്ട് തന്നേച്ച് പറഞ്ഞ്, ഇതേ നിൻ്റെ അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും, പ്രസവ ആവശ്യങ്ങൾക്ക് പൈസ വേണ്ടേ. അപ്പം പുള്ളി ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട്, ഫോൺ നമ്പറൊന്നും എനിക്ക് തരത്തേ ഇല്ലായിരുന്നു. ഡേറ്റ് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ചേട്ടാ ജനുവരി 6-ാം തീയതി ഞാൻ അഡ്മിറ്റ് ആകുന്നത്, 16-ാം തീയതി ഡേറ്റ് ഇച്ചിരി പ്രഷർ ഉള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞ് 6-ാം തീയതി അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. 6-ാം തീയതി അഡ്മിറ്റ് ആകുമ്പോൾ നിനക്ക് പൈസ വേണ്ടേ എന്ന് ചോദിച്ച വ്യക്തി ഡേറ്റ് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഞാൻ എന്ത് സമാധാനം പറയണം അതിന്. അങ്ങനെ 11-ാം തീയതി ഞാൻ പ്രസവിച്ചു, 12-ാം തീയതി അവിടെ വന്നു. അപ്പം പ്രസവം നിർത്താനായിട്ട് ഫാമിലി പ്ലാനിങ്ങിലോട്ട് മാറ്റി. അനിയത്തിയും പുള്ളിയും കൂടെ വന്നു. അനിയത്തിയുടെ കയ്യിൽ ഉടുപ്പോ എന്താ പിന്നെ പൗഡറും സോപ്പും ഒക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് പുള്ളിയായിട്ട് എന്നിട്ടും കൊണ്ട് തരുന്നൊന്നുമില്ല. എന്നിട്ട് കയ്യും കെട്ടി മാറി നോക്കിക്കുക, എന്നാൽ ആ കുഞ്ഞിനെ വന്നൊന്ന് കാണുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കക്ഷി വന്നിങ്ങനെ നോക്കി പട നിൽക്കുക. എന്നിട്ട് ഇപ്പം എല്ലാവരോടും പറഞ്ഞു കിടക്കുന്നു, ഞങ്ങൾ കൊച്ചിനെ കാണിച്ചില്ല ഹോസ്പിറ്റലിൽ വന്നിട്ട്. അവർ അനിയത്തി നിൽക്കുന്ന അടുത്ത്, പിന്നെ എൻ്റെ ചേച്ചി എടുത്തോണ്ട് കാണിച്ചില്ല, അവൾ പ്രസവിച്ച് കിടക്കുമല്ലേ, എടുത്തോണ്ട് കാണിച്ചില്ല, പിന്നെ പ്രസവിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറയും മൊബൈൽ നമ്പർ ഉണ്ടായില്ലെങ്കിലല്ലേ അറിയിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അമ്മയ്ക്കാണെങ്കിലും ഞാൻ 2ാമത് ഗർഭിണിയായെന്ന് പറഞ്ഞ് ഇഷ്ടമല്ലായിരുന്നു. പ്രസവിക്കുന്നതെല്ലാം പെങ്കൊച്ചുങ്ങളാ, ഇനി നീ പ്രസവിക്കല്ലെന്നൊക്കെ എപ്പോഴും എന്നെ താക്കീത് ചെയ്യുമായിരുന്നു. അങ്ങനെ കക്ഷി ഈ കുഞ്ഞിനെ കളയണമെന്നും പറഞ്ഞ് ഉള്ള വിഷയങ്ങളും ഈ ചെലവിന് തരാതിരിക്കലും. അങ്ങനെ ഫെബ്രുവരി മാസത്തിൽ കുഞ്ഞിൻ്റെ 28, 7-ാം തീയതി 28-ന് പിന്നെ അമ്മ അതിനും കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ചേട്ടത്തി പറഞ്ഞു, അമ്മേ പിന്നെ ഡേറ്റ് എടുക്കാൻ പോകും, ഫെബ്രുവരി 7 വരും കുഞ്ഞിൻ്റെ 28. വേണു വന്നില്ല, അമ്മ വരുമോയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, മോനെ അച്ഛന് സുഖമില്ലാതെ നടക്കുമോ, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ചേച്ചി പറഞ്ഞു, ദൈവമേ നിങ്ങളുടെ ആളുകളില്ലാതെ എങ്ങനെ 28 കിട്ടുന്നത്? അന്നേരം പറഞ്ഞു, വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ മോനോടെങ്കിൽ ഈ അമ്മ പറഞ്ഞു കാണാതിരിക്കുമോ? മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചറിയിച്ചേനെ. അങ്ങനെ ഞങ്ങളുടെ മെമ്പർ 3 പ്രാവശ്യം ആ വീട്ടിൽ തിരക്കി ചെന്നു. എന്നോട് പറഞ്ഞു, ചെന്നപ്പോഴൊന്നും വേണുവിനെ കണ്ടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ നമ്പർ കൊടുക്കണം, വിളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വിട്ടത്. 3 പ്രാവശ്യം തിരക്കി ചെന്നിട്ട് കണ്ടില്ല. അങ്ങനെ ആ ഫെബ്രുവരി മാസത്തിൽ പിന്നെ പുള്ളി കണ്ടിട്ടില്ല, മെമ്പറും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല.